ആദ്യം തന്നെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രുതി. ഞാൻ കോട്ടയത്ത് മാന്നാനത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. ഭർത്താവിൻ്റെ സൗണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിന്ന് പോയായിരുന്നു. വേറെ ഒരു കാരണവുമില്ല. അതിന് വേണ്ടിയിട്ട് ഡോക്ടർമാരെ കാണിക്കാത്ത ഡോക്ടർമാരൊന്നുമില്ല. CT, MRI, അതുപോലെ തന്നെ എൻഡോസ്കോപ്പി പോലുള്ള എല്ലാ ടെസ്റ്റുകളും എടുത്തു. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാനില്ല. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ മാത്രം പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. ഭർത്താവിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ് ബസ്സിൽ. അപ്പോൾ സൗണ്ട് അത്യാവശ്യമാണ്. എങ്കിൽ അത് ബസ്സിൻ്റെ ഉടമ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ജോലിക്ക് വന്നോളാൻ പറഞ്ഞായിരുന്നു. എങ്കിൽ സൗണ്ടില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, സൗണ്ടില്ലാതെ ആൾക്ക് ജോലിക്ക് ചെയ്യാൻ പറ്റത്തില്ല, സൗണ്ട് തരണം അമ്മ, അത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയി. അന്ന് മുതൽ ഞാൻ തൈലം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഭർത്താവിൻ്റെ തൊണ്ടയിലും നാക്കിലുമൊക്കെ. അത് പ്രാർത്ഥന തുടങ്ങിയ 3-ാം ദിവസം തന്നെ ഭർത്താവിൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടി. അത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടി അടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആദ്യത്തെ കുട്ടി ഉണ്ടായി 8 വർഷമായിട്ടും രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ട് ആകുന്നില്ലായിരുന്നു. എല്ലാവരുടെ ചോദ്യങ്ങളും വളരെ വലുതായിരുന്നു. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു, ഒരു ഫൈബ്രോയിഡ് ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും, ഉണ്ടായാലും അലസി പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നോക്കാം, നാച്ചുറലി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് വിട്ടു. ഇനി കുറച്ച് മാസങ്ങൾ നോക്ക്, ഇല്ലെങ്കിൽ നമുക്കൊരു 6000 രൂപയുടെ ടെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഒരു സ്കാനിങ്, ഒരു 4-5 മണിക്കൂർ നീണ്ട ഒരു ടെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 29-ാം തീയതി ആണ് ആ ടെസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നത്. ആ മാസത്തിൽ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് വേറെ നിവൃത്തിയില്ല, എനിക്ക് ആ ടെസ്റ്റ് വേണ്ട, എനിക്ക് കൺസീവായി കിട്ടണം എന്ന് തന്നെ ഞാൻ ആ ഓഗസ്റ്റ് മാസം ഞാനിവിടെ വന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. ആ ടെസ്റ്റ് എനിക്ക് ചെയ്യേണ്ട വന്നില്ല. ഞാൻ ഗർഭിണിയായി. അമ്മയും തിരുക്കുമാരൻ എനിക്ക് നല്ലൊരു മകനെ തന്ന് അനുഗ്രഹിച്ചു. അതിൻ്റെ കൂടെ തന്നെയുള്ളൊരു നിയോഗമായിരുന്നു എനിക്ക് വിദേശത്തേക്കുള്ള ജോലി. ഞാൻ ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം ഒരുപാട് ഞാൻ നടത്തിയായിരുന്നു. അതും എനിക്ക് മാതാവ് പെട്ടെന്ന് തന്നെ സാധിച്ചു തന്നു. ഈ 2 നിയോഗങ്ങളും ഒറ്റയടിക്ക് തന്നെ എനിക്കത് സാധിച്ചു തന്നു. പക്ഷെ ഞാൻ സെലക്ട് ചെയ്തത് മകൻ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു. കുഞ്ഞായിരുന്നു എനിക്ക് ആദ്യം വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ആ ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്തില്ല ഇതുവരെ. ഇത്രയും തന്ന ദേവകുമാരനും അമ്മയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ദൈവത്തിനെല്ലാം സാധ്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചനമാണ്. ശ്രുതി സജി എന്ന മകളുടെ ജീവിതത്തിൽ ഭർത്താവിൻ്റെ സൗണ്ട് പോയപ്പോഴാണ് ആദ്യമായി ഉടമ്പടി എടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിയത്. എല്ലാ മെറിറ്റുകളും പോയെന്ന് മനസ്സിലാക്കിയപ്പോഴും പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് കരഞ്ഞപേക്ഷിച്ചപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ 3-ാം ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ ഈ മകന് സൗണ്ട് തിരിച്ചു കൊടുത്തത്. തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി മകൾ പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ പ്രാർത്ഥനയാണ് ഈശോ സമയചുരുക്കത്തിൻ്റെ മാതാവിലൂടെ, അമ്മയുടെ വാക്കുകളിലൂടെ ഈശോ സുഖപ്പെടുത്തി കൊടുത്തത്. കാനായിലും ഇതുപോലെയാണ് പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചത്. സമയമായിട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് പരിശുദ്ധ അമ്മയുടെ വാക്ക് കേട്ടാണ് ഈശോ അവർക്ക്, ആ കുടുംബത്തിൻ്റെ അപമാനം കളയാതെ അവർക്ക് വേണ്ടത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെയാണ് ഈ മകളുടെ ജീവിതത്തിലും ജോലിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ശബ്ദമില്ലായ്മ. പരിശുദ്ധമ്മ 3-ാം ദിവസമാണ് ഇവർക്ക് ആ ശബ്ദം നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചത്. രണ്ടാമതായിട്ട് സമയചുരുക്കത്തിൻ്റെ അമ്മ 8 വർഷമായി ഇവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്നതാണ് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട്. വളരെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ആ നിയോഗവും പരിശുദ്ധ അമ്മ, ടൈം ഷോർട്ടൻ്റെ അമ്മ, സമയചുരുക്കത്തിൻ്റെ അമ്മ പരിശുദ്ധ തൻ്റെ ദൈവകുമാരനോട് പറഞ്ഞ്
ഒരു കുട്ടിയെ നൽകി അനുഗ്രഹിച്ചത്. മറ്റൊരു നിയോഗം നല്ലൊരു ജോലിയായിരുന്നു. ഈ മകൾക്ക് കുവൈറ്റിലേക്ക് ഒരു ജോലി നൽകി ഈശോയും പരിശുദ്ധ അമ്മയും ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഉടമ്പടി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദൈവമക്കളെ സ്വന്തം മക്കളാക്കി മാറ്റുവാനായി ദൈവം ആശീർവദിക്കുന്ന ഒരു വഴിയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മധ്യസ്ഥവും വഴി ഈ മക്കൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ് ഈ കുടുംബത്തിന് ലഭിച്ച നവസാക്ഷ്യം നമ്മൾ കേട്ടത്. കൃപാസന പുണ്യഭൂമിയിൽ പരിശുദ്ധ അമ്മയെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് നമുക്ക് നടത്തി തരും. എല്ലാം നടന്നത് പെട്ടെന്നായിരുന്നു. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 1:49 പറഞ്ഞതുപോലെ ഇവരുടെ ജീവിതത്തിലും ശക്തനായവൻ വലിയ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിന് മേൽ അധികാരമുള്ള അമ്മ, എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലെല്ലാം ക്രമപ്പെടുത്തിയത്, കാത്തുപരിപാലിക്കുകയും ചെയ്തത്. നമുക്ക് അമ്മയുടെ പ്രാർത്ഥന വഴി നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.